ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിലെ സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വൺ ഡയമെൻഷണൽ ആൻഡ് ടു ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓർ പാക്കിംഗ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സോളിഡ്സിൻ്റെ കേസിൽ അവിടെ പാക്കിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ അതിൽ കോൺസ്റ്റുവൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ പാക്കിംഗ് അവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പാക്കിംഗ് ഉദ്ദേശിക്കുന്നത്. ആ പാക്കിംഗ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് വൺ ഡയമെൻഷനിലാണ്, ദെൻ ടു ഡയമെൻഷൻ, ത്രീ ഡയമെൻഷൻ. നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തത് വൺ ഡയമെൻഷണൽ ആൻഡ് ടു ഡയമെൻഷണൽ പാക്കിംഗ് ഓഫ് സോളിഡ്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഓക്കെ, സോ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഹാർഡായിട്ടുള്ള സ്ഫിയേഴ്സ് ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺസിഡർ the particles or the constituent particles in a solid are hard spheres. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ക്ലോസ് പാക്കിങ്ങിനകത്ത് എൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസിനെ ഒരൊറ്റ റോ ആയിട്ടേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കുക. ഇവിടെ ലീനിയർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്. ഇനി ഇവിടെ ഈ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള പ്രത്യേകത എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ടിക്കിൾ ഞാൻ കൺസിഡർ ചെയ്യാം. ഒരു പാർട്ടിക്കിൾ ഞാൻ റെഡ് കളറാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പാർട്ടിക്കിളിൻ്റെ ഇടതുവശത്തും ലെഫ്റ്റ് സൈഡിലും അതേപോലെ റൈറ്റ് സൈഡിലും ഓരോ പാർട്ടിക്കിൾസ് വരുന്നുണ്ട് അല്ലേ? ഇവരെല്ലാവരും പരസ്പരം ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റിലാണ്. സോ ഞാൻ ഇവിടേക്ക് ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ അതിന് മുമ്പായിക്കൊണ്ട് ഞാൻ ആ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആൾക്കും ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കും ഓരോ പേര് കൊടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ 1 എന്ന് പറയുന്ന ഒരാളുണ്ട്, റൈറ്റ് സൈഡിൽ 2 എന്ന് പറയുന്ന ആളുണ്ട്. എന്ന് വെച്ചാൽ ഒരു വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനകത്ത് ഒരു പാർട്ടിക്കിൾ മറ്റ് 2 പാർട്ടിക്കിളുകളുമായിട്ട് എല്ലാ സമയത്തും അറ്റാച്ച്ഡ് ആയിരിക്കും. അവിടെ നമുക്കൊരു ടേം കൊണ്ടുവരാനുണ്ട്. എന്താണ് ആ ടേമിൻ്റെ പേര്, അല്ലെങ്കിൽ ആ ടേം എന്താണ്? ദാറ്റ് ഇസ് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ എന്താണ് കോർഡിനേഷൻ നമ്പർ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സെൻറ്റൻസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. സെൻറ്റൻസ് നിങ്ങൾ നോക്കൂ. ഓൺലി വൺ വേ ഓഫ് അറേഞ്ച്മെൻറ്റ് സ്ഫിയേഴ്സ് ഇസ് പോസിബിൾ ഇൻ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻ വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് each sphere is in contact with two other spheres, one to the left of it and one to the right of it. നമ്മൾ കണ്ടു, ഒന്ന് റൈറ്റ് സൈഡിൽ ഉണ്ടായിരിക്കും, ഒന്ന് ലെഫ്റ്റിലുണ്ടായിരിക്കും അല്ലേ? ഒരേ സമയം 2 പേരുമായിട്ടാണ് എന്തുണ്ടായിരിക്കുക? കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരേ സമയം ആ ഒരു പാർട്ടിക്കിളുമായിട്ട് എത്ര ആൾക്കാരാണോ കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത്, ആ വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. നിങ്ങൾ നോക്കൂ, ദ നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് കോൾഡ് കോർഡിനേഷൻ നമ്പർ. അപ്പോൾ നമ്മളിപ്പം ഇവിടെ കണ്ടിരിക്കുന്ന പിക്ചറിനകത്ത് ഈ ഒരു പാർട്ടിക്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇയാളുമായിട്ട് ഇവനും ഇവനുമാണ്, അപ്പോൾ 2 പേരാണുള്ളത്. സോ ദ കോർഡിനേഷൻ നമ്പർ ഇൻ ലീനിയർ അറേഞ്ച്മെൻറ്റ് ഇസ് 2. നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ നോക്കൂ, the coordination number in one-dimensional close packing is 2 as each sphere has 2 neighbors. ഓരോ സ്ഫിയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ അവർക്ക് എന്തായിരിക്കും ഉണ്ടാവുക? 2 നെയ്ബേഴ്സാണ് ഉണ്ടാവുക. സോ അങ്ങനെ ടച്ച് ചെയ്യണം കേട്ടോ. ആ പാർട്ടിക്കിളുമായി ടച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം മാത്രമേ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? കോർഡിനേഷൻ നമ്പറായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി നമുക്കുള്ളത് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പം ഒരു റോ ആയിട്ടല്ലേ ഉണ്ടാവുക, അത് ഒരുപാട് റോ ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? വൺ ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ? എന്നാൽ ഇവിടെ വീണ്ടും റോയ് വരും. ഓക്കെ, അപ്പോൾ ആ റോ ഇങ്ങനെ മുകളിലായിട്ട് എന്ത് ചെയ്യും? എന്താ പറയുക, നമ്മൾ സ്റ്റാക്ക് ചെയ്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ദെൻ 3rd റോ, 4th റോ, 5th റോ. ഓക്കെ, അപ്പോൾ ഇനി ഞാനിപ്പം ഈ ഓരോ റോയ്ക്കും ഓരോ പേര് കൊടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എ എന്ന് കൊടുത്തു. ഇനി മുകളിലത്തേക്ക് ബി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം എല്ലാം ഇവിടെ സെയിം ആണ്. എല്ലാ റോയും ഒരുപോലെയാണ്. മുകളിലായിട്ട് എന്ത് ചെയ്താണ്? അറ്റാച്ച് അല്ലെങ്കിൽ ദേ ആർ പ്ലേസ്ഡ് എക്സാക്ട്ലി അബവ് വൺ അനദർ അല്ലേ? അപ്പം അതുകൊണ്ട് എല്ലാ റോയ്ക്കും ഒരേ പേര് കൊടുക്കാൻ പറ്റും അല്ലേ? 2nd റോയും എ ആണ്, 3rd എ, 4th എ, 5th എ, എല്ലാം എ ആയതുകൊണ്ട് എനിക്ക് എന്ത് വിളിക്കാം? ഇതിനെ എ ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അതൊരു പേരാണ്. ഇനി ഞാൻ ഇവിടെയും ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാണ്.
അത് ഞാൻ റെഡ് വെച്ച് മാർക്ക് ചെയ്തു. സോ ആ പാർട്ടിക്കിളും ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിനുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ട്? 4 പേരുണ്ട് അല്ലേ? ഒന്ന് ഇയാളാണ്, ദെൻ സെക്കൻഡ് വൺ ഇത്, തേർഡ്, ഫോർത്ത്. ബാക്കി ഇയാൾ ടച്ച് ചെയ്തിട്ടില്ലല്ലോ. സോ നമ്മൾ പറഞ്ഞ എന്താണ്? ടച്ച് ചെയ്ത ആൾക്കാരെ നമ്മൾ എടുക്കേണ്ടത് അല്ലേ? നിയറസ്റ്റ് നെയ്ബേഴ്സ് ഓർ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എണ്ണം അത് എത്രയാണ്? 4 എണ്ണമാണുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ ഈ ടച്ച് ചെയ്തിരിക്കുന്ന 4 ആൾക്കാരില്ലേ എന്ന് വെച്ചാൽ ഇതിനുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള നെയ്ബേഴ്സ്, ഈ 4 സ്ഫിയേഴ്സിൻ്റെയും സെൻറ്റേഴ്സിനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഒരു സ്ക്വയർ കിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, ഇതാ കണ്ടോ, ഒരു സ്ക്വയർ കിട്ടി എനിക്ക്. അതെങ്ങനെയാണ് കിട്ടിയത്? ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ അറ്റാച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന 4 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ആ 4 പാർട്ടിക്കിൾസിനെയും സെൻറ്റേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് എനിക്ക് ആ സ്ക്വയർ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ എനിക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്ത് വിളിക്കാം? ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അങ്ങനെയാണ് അതിന് എന്ത് പേര് വന്നത്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിച്ചത്. അപ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാം? കറക്റ്റ് പറയുകയാണെങ്കിൽ ദ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷനൽ. 2 ഡയമെൻഷനൽ അറേഞ്ച്മെൻറ്റിലുള്ള സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ആ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ് വരിക. ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ് ഈച്ച് സ്ഫിയർ ഇസ് ഇൻ കോൺടാക്ട് വിത്ത് 4 അതർ നെയ്ബേഴ്സ്. 4 മറ്റ് നെയ്ബേഴ്സുമായിട്ട് കോൺടാക്റ്റിലാണ് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? കോർഡിനേഷൻ നമ്പർ 4 ആണ് എന്ന് പറയാം. 1 ഡയമെൻഷനിൽ അത് 2 ആയിരുന്നു. 2 ഡയമെൻഷനിലെ കേസിൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ 4 ആണ് അവിടുത്തെ കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ അതൊരു മോഡലാണ്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് കൂടെ ഉണ്ട് 2 ഡയമെൻഷനിൽ. അതിൻ്റെ പേരാണ് ഹെക്സണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ഹെക്സണൽ ക്ലോസ് പാക്കിംഗ് എന്ന സമയത്ത് എന്താ പ്രത്യേകത? അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം ഒരു റോ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചു, അല്ലെങ്കിൽ റോ ഓഫ് സ്ഫിയേഴ്സ് വെച്ചു. ഇനി രണ്ടാമത്തെ റോ ഞാൻ ഇതിൻ്റെ എക്സാക്ട്ലി മുകളിൽ തന്നെ ഇതിൻ്റെ മുകളിൽ മറ്റൊന്ന് ഇതിൻ്റെ മുകളിൽ മറ്റൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആരെപ്പോലെയായി? നമ്മുടെ പഴയുള്ള സ്ക്വയർ പ്ലാനർ പോലെ, സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനെ പോലെ തന്നെയായി. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വേണം അല്ലേ? അപ്പോൾ ആ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ റോ ഞാൻ വെക്കുന്നത് ഈ ഫസ്റ്റ് റോയുടെ ഡിപ്രഷൻസ് ഇല്ലേ, ഇതാണ് ഫസ്റ്റ് റോയിലെ ഡിപ്രഷൻ, ഇത് മറ്റൊരു ഡിപ്രഷൻ, അടുത്ത ഡിപ്രഷൻ. അപ്പോൾ ഈ ഡിപ്രഷനിലേക്കാണ് നെക്സ്റ്റ് റോയിലുള്ള സ്ഫിയേഴ്സ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? പ്ലേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കൂ, കണ്ടോ, ഓരോന്നും ഞാൻ വെച്ച പ്ലേസ് മാറിയില്ലേ? എക്സാക്ട്ലി എബവ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്തായി? അത് പിന്നെ നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആയിട്ട് മാറി. ഇവിടെ നമുക്ക് മാറ്റം ഉണ്ടാവണം. സോ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇനി നെക്സ്റ്റ് വെക്കുവാണെങ്കിലോ, മൂന്നാമത്തെ റോ വെക്കുന്ന സമയത്ത് രണ്ടാമത്തെ റോയുടെ ഡിപ്രഷനിലാണ് ഞാൻ കൊണ്ടുപോയി വെക്കുക. നിങ്ങൾ നോക്കിക്കേ, സെക്കൻഡ് റോയുടെ ഡിപ്രഷനിലാണ് തേർഡ് റോ വെച്ചത്. ഇനി അതേപോലെ ഫോർത്ത് റോ വയ്ക്കുവാണെങ്കിൽ അത് തേർഡ് റോയുടെ ഡിപ്രഷനിലാണ് കൊണ്ടുവെക്കുക. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ തുടർന്ന് പോകും. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ പേര് കൊടുക്കുകയാണ്. ഫസ്റ്റ് റോക്ക് ഞാൻ എ എന്ന് കൊടുത്തു. സെക്കൻഡ് റോക്ക് എനിക്ക് ബി എന്ന് കൊടുക്കാൻ പറ്റുമോ? ബി എന്നേ കൊടുക്കാൻ പറ്റൂ. കാരണം എ പോലെയാണോ? അല്ല. എ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ആയിട്ട് ഈ റോയും വരുവാണെങ്കിൽ എനിക്ക് എ എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയാണ് വന്നത്? അല്ല. അപ്പോൾ ഇവിടെ ബി എന്ന് കൊടുക്കാൻ പറ്റുക. ഇത് ബി ടൈപ്പ് റോ ആണ്, വേറൊരു ടൈപ്പ് അല്ലേ. ഇനി മൂന്നാമത്തെ റോ നോക്കുവാണെങ്കിൽ എയുടെ തൊട്ട് മുകളിൽ തന്നെ ആയിട്ടല്ലേ വരുന്നത് മൂന്നാമത്തെ റോ. ഇവിടെ കണ്ടില്ലേ, എല്ലാം എക്സാക്ട്ലി എബവ് ആയിട്ട് വരുന്നത് അല്ലേ, എൻ്റെ. സോ മൂന്നാമത്തെ റോ എ ടൈപ്പാണ്. നാലാമത്തെ റോ ആണെങ്കിലോ അത് ഇവനെ പോലെയല്ലേ, എന്താ ബി ടൈപ്പ് റോയെ പോലെയല്ലേ നാലാമത്തെ റോ ഉള്ളത്. സോ അതിനെനിക്ക് എന്ത് വിളിക്കാം? ബി എന്ന് വിളിക്കാം. വീണ്ടും എ വരും. അപ്പം ഇങ്ങനെ ഈ ഒരു എ ബി ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് എന്ത് വിളിക്കാം? ഇതിനെ എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് വിളിക്കാം. ഇനി ഇവിടെയും ഞാൻ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ആ കൺസിഡർ ചെയ്ത പാർട്ടിക്കിൾ ഞാൻ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തു. ഇനി ആ കൺസിഡർഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനോട് ടച്ചിൽ വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നെർബേഴ്സിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരെ കിട്ടും? 6 പേരെ കിട്ടും. 2, 4, 6, അങ്ങനെ 6 പേരുണ്ട്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ 4 പേരാണ് ടച്ച് ചെയ്തിരുന്നത് അല്ലേ? അപ്പോൾ ആ 4 പേരുടെയും ആ 4 സ്ഫിയേഴ്സിൻ്റെയും സെൻറ്റേഴ്സിനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചപ്പം എനിക്കൊരു സ്ക്വയർ കിട്ടി. ഇവിടെ ഇതേപോലെ 6 പേരുണ്ട് ചുറ്റും. ആ 6 പേരുടെയും സെൻറ്റേഴ്സിനെ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ഒരു ഹെക്സഗൺ കിട്ടും എനിക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 6 പേര് അറ്റാച്ച്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് അർത്ഥം അല്ലേ? ഓക്കെ,
6 ആണ് കോർഡിനേഷൻ നമ്പർ. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? സെൻറ്റൻസ് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹെക്സഗൺ ഇവിടെ കിട്ടും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് എനിക്ക് എന്ത് വിളിക്കാം ഇതിനെ? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് ഇതിന് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിച്ചത്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ പറഞ്ഞു. എ ബി ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ 6 ആണ്, കാരണം നിയറസ്റ്റ് നെയ്ബേഴ്സിൻ്റെ എണ്ണം 6 ആയതുകൊണ്ട്. ഓക്കെ, അതൊക്കെ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ അറേഞ്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിലും അതേപോലെ തന്നെ ഹെക്സണൽ ക്ലോസ് പാക്കിങ്ങും നമ്മൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ, സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനകത്ത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അവിടെ സ്പേസ് കുറച്ച് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒഴിവായി കിടക്കുന്ന സ്പേസുകൾ കുറച്ച് കുറവാണ്. നോക്കിക്കേ, ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ വോയിഡ്സ് നമ്മളെന്താ വിളിക്കാം? ഈ വാക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ദ സ്പേസ് ഡു നോട്ട് ഓക്യുപ്പൈഡ് ബൈ പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് കോൾഡ് വാക്കൻ്റ് സ്പേസ് അല്ലെങ്കിൽ വോയിഡ്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു വോയിഡ്സിൻ്റെ അളവ് കൂടുതലല്ലേ, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് വളരെ കൂടുതലാണ്. എവിടെ? നമ്മുടെ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ. എന്നാൽ ആ ഒരു വോയിഡ്സിൻ്റെ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ എത്രയോ അത് കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ അവിടെ സെൻറ്റൻസ് ആക്കിക്കൊണ്ട് പറഞ്ഞത്. എങ്ങനെ? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ സ്പേസ് വളരെ കൂടുതലാണ്. എങ്ങനത്തെ സ്പേസ്? ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ്. എന്നാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനകത്ത് ആ ഒരു സ്പേസ് വളരെ കുറവാണ്. ഓക്കെ, ലെസ് സ്പേസ് ആൻഡ് ദിസ് പാക്കിംഗ് ഇസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാക്കിംഗ്. ആരെക്കാൾ? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനേക്കാൾ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇനി the centers of spheres are at the corners of a regular hexagon, hence it is called two-dimensional hexagonal close packing. നമ്മൾ പറഞ്ഞ അതേ കാര്യം സെൻറ്റൻസ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 1 ഡയമെൻഷണൽ ആൻഡ് 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി 3 ഡയമെൻഷണൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.